നമസ്കാരം. എല്ലാവർക്കും സ്വാഗതം. നമ്മളിൽ പലരും വിചാരിക്കുന്നത് സന്തോഷമെന്നത് ഒരുപാട് കഷ്ടപ്പെട്ട് നേടിയെടുക്കേണ്ട എന്തോ ഒന്നാണെന്നാണ്, അല്ലേ? എന്നാൽ സത്യം അതല്ല. സന്തോഷം നമ്മുടെയെല്ലാം ജന്മാവകാശമാണ്. അപ്പം നമുക്ക് നഷ്ടപ്പെട്ടു പോയെന്ന് തോന്നുന്ന ആ സ്വാഭാവിക അവസ്ഥ എങ്ങനെ തിരിച്ചുപിടിക്കാം എന്ന് നമുക്കൊന്ന് നോക്കാം. നമുക്ക് തുടങ്ങാൻ വേണ്ടി നമ്മുടെയെല്ലാം കുട്ടിക്കാലത്തേക്കൊന്ന് തിരിച്ചുപോയാലോ? ഓർത്തുനോക്കൂ, അന്ന് നമ്മൾ എങ്ങനെയായിരുന്നു സന്തോഷിച്ചിരുന്നത്? ഇന്നത്തെ നമ്മുടെ സന്തോഷവുമായി അതിനെന്ത് വ്യത്യാസമുണ്ട്? ഇവിടെയാണ് ഏറ്റവും വലിയ വ്യത്യാസം. കുട്ടികളായിരുന്നപ്പോൾ നമുക്ക് സന്തോഷിക്കാൻ ഒരു കാരണവും വേണ്ടായിരുന്നു, വെറുതെ, അല്ലേ? പക്ഷെ മുതിർന്നവരായപ്പോഴോ നമ്മുടെ സന്തോഷത്തിനു മുന്നിൽ നമ്മൾ ഒരുപാട് നിബന്ധനകൾ വെക്കാൻ തുടങ്ങി. ശരിക്കും പറഞ്ഞാല് ഒരു കുട്ടിക്ക് ചിരിക്കാൻ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും വേണ്ട, അത് വളരെ സ്വാഭാവികമാണ്. എന്നാൽ നമ്മൾ മുതിർന്നവരോ സന്തോഷിക്കാൻ വേണ്ടി ഓരോ കാരണങ്ങൾ തേടി നടക്കുകയാണ്. ആ ഒരു മാറ്റം വളരെ വലുതാണ്. നമ്മുടെ സന്തോഷം ഇപ്പോൾ എപ്പോഴും ഒരു ഇഫിൽ, ഒരു എങ്കിലിൽ കുടുങ്ങിക്കിടക്കുകയാണ്. എനിക്കൊരു പ്രൊമോഷൻ കിട്ടിയാൽ ഞാൻ സന്തോഷിക്കും, ആ വീട് വെച്ചാൽ ഞാൻ ഹാപ്പിയാകും. ഇങ്ങനെ ഓരോരോ കണ്ടീഷൻസ് വെച്ച് നമ്മൾ നമ്മുടെ സന്തോഷത്തെ മാറ്റി നിർത്തുന്നു. അപ്പോ ഇതെങ്ങനെ സംഭവിച്ചു? സത്യത്തിൽ പ്രകൃതി നമ്മളെ സൃഷ്ടിച്ചത് സന്തോഷത്തോടെ ഇരിക്കാനാണ്. പക്ഷെ സമൂഹം വന്ന് അതിനു കുറെ നിയമങ്ങളും വ്യവസ്ഥകളും ഉണ്ടാക്കി. ഈ വ്യവസ്ഥകളാണ് നമ്മുടെ ആ സ്വാഭാവികമായ സന്തോഷത്തെ മറച്ചുവെക്കുന്നത്. അപ്പോ നമുക്ക് അടുത്തൊരു പ്രധാനപ്പെട്ട ആശയത്തിലേക്ക് വരാം. സന്തോഷം എന്നത് നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കേണ്ട ഒന്നല്ല, അത് നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള, നമുക്ക് ജന്മനാ കിട്ടിയൊരു കഴിവാണ്. ഈ സഹജമായ സംവിധാനം അഥവാ ഇൻബിൽഡ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? നമ്മുടെ ഹൃദയം മിടിക്കുന്നതോ നമ്മൾ ശ്വാസമെടുക്കുന്നതോ നമ്മൾ അറിഞ്ഞുകൊണ്ടല്ലോ ചെയ്യുന്നത്, അത് തനിയെ നടക്കുന്നതാണ്. അതുപോലെ തന്നെയാണ് സന്തോഷവും. അത് നമ്മുടെ ഒരു സ്വാഭാവികമായ അവസ്ഥയാണ്. ഒന്നാലോചിച്ചു നോക്കൂ, ശ്വാസമെടുക്കാൻ നമുക്ക് വല്ല ട്രെയിനിങ്ങും വേണോ? ഇല്ലല്ലോ. അതുപോലെ തന്നെയാണ് നല്ലതനുഭവിക്കാനും. അതിന് പുറത്തുനിന്നൊരു കാരണത്തിന്റെയോ പ്രത്യേക പരിശീലനത്തിന്റെയോ ആവശ്യമില്ല. ആ കഴിവ് എപ്പോഴും നമ്മുടെ കൂടെയുണ്ട്. നമ്മുടെ പുരാതനമായ ജ്ഞാനവും ഇതുതന്നെയാണ് പറയുന്നത്. പതഞ്ജലി മഹർഷി പറഞ്ഞത് നോക്കൂ, നമ്മുടെ മനസ്സ് ഒന്ന് ശാന്തമായാൽ മാത്രം മതി, നമ്മുടെ ആ സ്വാഭാവികമായ സന്തോഷം, ആ ആനന്ദം തനിയെ ഉറവെടുക്കും. അപ്പോ ഒരു ചോദ്യം വരാം. സന്തോഷം നമ്മുടെ സ്വാഭാവിക അവസ്ഥയാണെങ്കിൽ പിന്നെ എവിടെയാണ് നമുക്ക് പിഴച്ചത്? എങ്ങനെയാണ് സമൂഹം നമ്മളെ ഈ വ്യവസ്ഥകളുടെ അടിമകളാക്കി മാറ്റിയത്? നമുക്ക് നോക്കാം. ഇവിടെയാണ് നമ്മൾ ചിന്താഗതി മാറ്റേണ്ടത്. മാർക്കറ്റിംഗ് എപ്പോഴും നമ്മളോട് പറയുന്നത് ഈ സാധനം വാങ്ങൂ, നിങ്ങൾക്ക് സന്തോഷം കിട്ടുമെന്നാണ്. പക്ഷേ നമ്മൾ ചെയ്യേണ്ടത് നേരെ തിരിച്ചാണ്. ആദ്യം സന്തോഷമായിരിക്കുക, എന്നിട്ട് തീരുമാനമെടുക്കുക. അപ്പോൾ നമ്മുടെ തീരുമാനങ്ങൾ എത്രയോ മികച്ചതായിരിക്കും. ഈ പുറത്തുനിന്നുള്ള സ്വാധീനത്തിനുള്ള മറുമരുന്ന് പണ്ടേ കണ്ടുപിടിച്ചിട്ടുണ്ട്. സോക്രട്ടീസ് പറഞ്ഞതുപോലെ ഉത്തരം പുറത്തല്ല, നമ്മുടെ ഉള്ളിലാണ്. നമ്മൾ നമ്മുടെ ഉള്ളിലേക്ക് തന്നെ തിരിയുമ്പോൾ നമ്മൾ തേടുന്നതെന്തോ അത് നമുക്കവിടെ കണ്ടെത്താൻ കഴിയും. ശരി, അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യത്തിലേക്ക് വരാം. ഈ സ്വാതന്ത്ര്യം, സന്തോഷത്തോടെ ഇരിക്കാനുള്ള നമ്മുടെ ഈ ഫ്രീഡം നമുക്കെങ്ങനെ തിരിച്ചുപിടിക്കാം? ഗാന്ധിജി ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരകാലത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്. ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടതല്ല, നമ്മളത് മറന്നുപോയതാണ്, അത് ഓർത്തെടുത്താൽ മാത്രം മതിയെന്ന്. അതുപോലെയാണ് നമ്മുടെ കാര്യവും. സന്തോഷിക്കാനുള്ള നമ്മുടെ കഴിവ് നഷ്ടപ്പെട്ടതല്ല, നമ്മളത് മറന്നുപോയതാണ്. നമ്മൾ നമ്മളെ തന്നെ അതൊന്ന് ഓർമ്മിപ്പിച്ചാൽ മാത്രം മതി. അതുകൊണ്ട് ഒരു കാര്യം ഉറപ്പിക്കുക, സന്തോഷമായിരിക്കാനുള്ള ഈ കഴിവ് വല്ലപ്പോഴും കിട്ടുന്ന ഒന്നല്ല. അത് 24 മണിക്കൂറും ആഴ്ചയിലെ 7 ദിവസവും എപ്പോഴും നമ്മുടെ കൂടെ തന്നെയുണ്ട്. എപ്പോ വേണമെങ്കിലും നമുക്കത് അനുഭവിക്കാം. പിന്നെ നമ്മൾ വീണ്ടെടുക്കുന്ന ഈ ആന്തരിക സമാധാനം ഒരു തരം മടിയോ നിഷ്ക്രിയത്വമോ അല്ല. മഹർഷി അരവിന്ദ് പറഞ്ഞതുപോലെ അത് നമ്മുടെ ഏറ്റവും വലിയ ശക്തിയുടെ ഉറവിടമാണ്, നമ്മുടെ ഏറ്റവും വലിയ പവർ സോഴ്സ്. ഓക്കെ, അപ്പൊ നമ്മള് ഇത്രയും നേരം സംസാരിച്ച കാര്യങ്ങൾ ഒന്ന് ചുരുക്കി നോക്കാം. കൂട്ടത്തില് ഈ അറിവ് എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഉടൻ തന്നെ പ്രയോഗിക്കാമെന്നതിന്റെ ചില എളുപ്പവഴികളും കാണാം. അപ്പോ ഓർത്തിരിക്കേണ്ട പ്രധാന കാര്യങ്ങൾ ഇതാണ്. സന്തോഷം സ്വാഭാവികമാണ്, അത് നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട്, എപ്പോഴും ലഭ്യമാണ്, ശ്വാസം പോലെ, ഹൃദയമിടിപ്പ് പോലെ. ഇതിന് പ്രത്യേകം പരിശീലനമോ വ്യവസ്ഥകളോ ഒന്നും വേണ്ട, കാരണം ഇത് നിങ്ങളുടെ ജന്മാവകാശമാണ്. ഇനി ഈ അവസ്ഥയിലേക്ക് തിരിച്ചുവരാൻ സഹായിക്കുന്ന 3 ലളിതമായ കാര്യങ്ങൾ. 1. ഇടയ്ക്ക് നല്ല ദീർഘമായി ഒന്ന് ശ്വാസമെടുക്കുക, എന്നിട്ട് മനസ്സിൽ പറയുക, എനിക്ക് സന്തോഷമായിരിക്കാൻ കഴിയും, കാരണം ഞാൻ ജീവിച്ചിരിക്കുന്നു. 2. ഇനി എന്തെങ്കിലും വാങ്ങാൻ പോകുമ്പോൾ
ആദ്യം ഒന്ന് സന്തോഷമായിട്ടിരിക്കുക, എന്നിട്ടത് വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുക. 3. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നിങ്ങളുടെ ഈ സ്വാഭാവിക അവസ്ഥയെക്കുറിച്ച് നിങ്ങളെ തന്നെ ഓർമ്മിപ്പിക്കാൻ എന്തെങ്കിലും ചെയ്യുക. അപ്പോ ഈ ഒരു ചിന്തയോടുകൂടി നമുക്ക് അവസാനിപ്പിക്കാം. നല്ലതനുഭവിക്കാൻ നമ്മൾ പുതുതായി ഒന്നും പഠിക്കേണ്ടതില്ല. നമ്മൾ മറന്നുപോയ ഒരു സത്യം ഓർത്തെടുത്താൽ മാത്രം മതി. ഓർക്കുക, സന്തോഷം നമ്മൾ നേടിയെടുക്കേണ്ട ഒരു കഴിവല്ല, അത് നമുക്ക് പ്രകൃതി നൽകിയ ഒരു വരദാനമാണ്.